ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് നമുക്കൊരു 20 കറണ്ട് അഫയേഴ്സ് നോക്കാം. എത്ര എണ്ണം കറക്റ്റാക്കാൻ പറ്റുന്നുണ്ടെന്ന് നോക്കാം. ഓക്കെ, നമുക്ക് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, കേരളത്തിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമാകുന്ന വിമാനത്താവളം. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമാകുന്ന വിമാനത്താവളം. ഓപ്ഷൻ എ കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളം, ഓപ്ഷൻ ബി കരിപ്പൂർ രാജ്യാന്തര വിമാനത്താവളം, ഓപ്ഷൻ സി കൊച്ചി രാജ്യാന്തര വിമാനത്താവളം, ഓപ്ഷൻ ഡി തിരുവനന്തപുരം രാജ്യാന്തര വിമാനത്താവളം. ആൻസർ ഏതാണെന്ന് കണ്ടുപിടിക്കുക. ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, കൊച്ചി രാജ്യാന്തര വിമാനത്താവളം. കേരളത്തിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമാകുന്ന വിമാനത്താവളം കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. അതുപോലെ തന്നെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിക്കപ്പെടുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ വിമാനത്താവളവും കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. കേരളത്തിലെ ആദ്യത്തെയാണ്, അതുപോലെ തന്നെ ലോകത്തെ തന്നെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് സ്ഥാപിതമാകുന്ന വിമാനത്താവളവും കൊച്ചി രാജ്യാന്തര വിമാനത്താവളമാണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിൽ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ്. രണ്ടാമത്തെ, കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം ഇലഞ്ഞിയും ഔദ്യോഗിക പുഷ്പം കരിങ്കുറിഞ്ഞിയുമാണ്. തേർഡ് വൺ, വെള്ളവയൻ കടൽപ്പരുന്താണ് കാസർഗോഡിൻ്റെ ഔദ്യോഗിക പക്ഷി. കാസർഗോഡിനെ കുറിച്ചിട്ടുള്ള 3 സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഇതിൽ ഏതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എന്ന് കണ്ടുപിടിക്കണം. ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം ശരി. അപ്പോൾ ഏതാണ് 1ഉം 3ഉം? ഒന്നാമത്തെ, ഔദ്യോഗിക വൃക്ഷവും പുഷ്പവും പക്ഷിയുമുള്ള ഇന്ത്യയിലെ ആദ്യത്തെ ജില്ലയാണ് കാസർഗോഡ്, അത് കറക്റ്റാണ്. അതുപോലെ തന്നെ വെള്ളവയൻ കടൽപ്പരുന്താണ് കാസർഗോഡിൻ്റെ ഔദ്യോഗിക പക്ഷി. വെള്ളവയൻ കടൽപ്പരുന്താണ് കാസർഗോഡിൻ്റെ ഔദ്യോഗിക പക്ഷി. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റോട് തെറ്റാണ്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ് ഇതിൻ്റെ ഔദ്യോഗിക വൃക്ഷം അതുപോലെ പുഷ്പം ഏതൊക്കെയാണ് നമുക്കൊന്ന് പഠിക്കാം. കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത് കാഞ്ഞിരമാണ്. അതുപോലെ തന്നെ കാസർഗോഡ് ജില്ലയുടെ ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് പെരിയ പോളത്താളി എന്ന് പറയുന്ന ഒരു പുഷ്പമാണ്. പെരിയ പോളത്താളി എന്ന് പറയുന്ന ഒരു പുഷ്പമാണ് കാസർഗോഡിൻ്റെ ഔദ്യോഗിക പുഷ്പം. ഔദ്യോഗിക വൃക്ഷം എന്ന് പറയുന്നത് കാഞ്ഞിരാണ്. ഔദ്യോഗിക പുഷ്പം എന്ന് പറയുന്നത് പെരിയ പോളത്താളിയാണ്. അതുപോലെ ഔദ്യോഗിക പക്ഷി എന്ന് പറയുന്നത് വെള്ളവയൻ കടൽപ്പരുന്താണ്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. തേർഡ് ക്വസ്റ്റ്യൻ, 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഏതാണ്? 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ഹൈദരാബാദാണ്. ആൻസർ വരുന്നത് ഹൈദരാബാദാണ്. 2024 ഫെബ്രുവരിയിൽ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ നാഷണൽ മ്യൂസിയം ഓഫ് എപ്പിഗ്രഫി ഉദ്ഘാടനം ചെയ്യപ്പെട്ട നഗരം ഹൈദരാബാദ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഹൊയ്സാല ക്ഷേത്രങ്ങൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? യുനെസ്കോയുടെ ലോക പൈതൃക പദവി ലഭിച്ച ഹൊയ്സാല ക്ഷേത്രങ്ങൾ ഏത് ഇന്ത്യൻ സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, കർണാടക. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, കർണാടക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ആണ്. 2024 സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സ് സ്ഥിരാംഗത്വം നൽകാൻ തീരുമാനിച്ച 6 രാജ്യങ്ങളിൽ നിന്നും പിന്മാറിയ രാജ്യം. 2024 സാമ്പത്തിക സഹകരണ കൂട്ടായ്മയായ ബ്രിക്സ് സ്ഥിരാംഗത്വം നൽകാൻ തീരുമാനിച്ച 6 രാജ്യങ്ങളിൽ നിന്നും പിന്മാറിയ രാജ്യം. ഈ തന്നിരിക്കുന്നതിൽ ഒരു രാജ്യം പിന്മാറിയിട്ടുണ്ട്, അത് ഏതാണെന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ ബി ആണ്, അർജൻറ്റീന. 6 രാജ്യങ്ങൾക്കാണ് കൊടുക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് അർജൻറ്റീന പിന്മാറുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ബാക്കിയുള്ള 5 രാജ്യങ്ങൾ ഏതൊക്കെയായിരിക്കും?
ഓപ്ഷൻസിൽ 3 കൊടുത്തിട്ടുണ്ട്. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഇതാണ് 5 രാജ്യങ്ങൾ. അർജൻറ്റീന 6ാമത്തെ രാജ്യം, അത് പിന്മാറി. ബാക്കി ഈ 2024 സ്ഥിരാംഗത്വം നൽകാൻ തീരുമാനിച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്ഥിരാംഗത്വം ലഭിച്ച രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. ഈജിപ്ത്, എത്യോപ്യ എന്തെങ്കിലും കോഡൊക്കെ വെച്ചിട്ട് പഠിക്കാൻ ഓർക്കാനായിട്ട് ശ്രമിക്കുക. ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. സോ ഞാൻ എടുത്തിട്ടുള്ളത് ഫസ്റ്റ് ലെറ്റേഴ്സാണ് EEISU. അങ്ങനെ ഒരു കോഡ് ഞാൻ ഓർത്ത് വെച്ചിരിക്കുന്നത്, EEISU. സോ ഈജിപ്ത്, എത്യോപ്യ, ഇറാൻ, സൗദി അറേബ്യ, UAE. അതുപോലെ തന്നെ ബ്രിക്സിലെ ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 10 ബ്രിക്സിലെ ആകെ അംഗരാജ്യങ്ങളുടെ എണ്ണം 10. ആ ഒരു കാര്യം കൂടി ഓർത്തിരിക്കും. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. 6th ക്വസ്റ്റ്യൻ, അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുന്ന യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാസമിതി ഇടപെടണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ UN സെക്രട്ടറി ജനറലിന് അധികാരം നൽകുന്ന UN ചാർട്ടറിലെ വകുപ്പ് ഏത്? ക്വസ്റ്റ്യൻ ഒന്നുകൂടി റിപ്പീറ്റ് ചെയ്യാം. അന്താരാഷ്ട്ര സുരക്ഷയ്ക്കും സമാധാനത്തിനും ഭീഷണിയാകുന്ന യുദ്ധം പോലുള്ള അടിയന്തര സാഹചര്യങ്ങളിൽ രക്ഷാസമിതി ഇടപെടണമെന്ന് ചൂണ്ടിക്കാണിക്കാൻ UN സെക്രട്ടറി ജനറലിന് അധികാരം നൽകുന്ന UN ചാർട്ടറിലെ വകുപ്പ് ഏത്? ഇവിടെ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ C ആണ്, അനുച്ഛേദം 99. പഠിച്ചു വയ്ക്കുക, അനുച്ഛേദം 99. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 7th ക്വസ്റ്റ്യൻ, താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതാണ് കറക്റ്റ് ഏതാണ് തെറ്റെന്ന് കണ്ടുപിടിക്കണം. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, 2023 ഏപ്രിലിൽ ഓർലിയൻസ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ടൂർണമെൻറ്റ് കിരീടം നേടിയ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം പ്രിയാംശു രജാവത്ത് ആണ്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, 2023 ഏപ്രിൽ പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരമാണ് താരമായത് സുനിൽ ഛേത്രിയാണ്. സോ ഈ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് കറക്റ്റ് എന്ന് കണ്ടുപിടിക്കുക. ഏതാണ് ആൻസർ? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ A ആണ്. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ശരി. ഏതാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്? 2023 ഏപ്രിലിൽ ഓർലിയൻസ് മാസ്റ്റേഴ്സ് സൂപ്പർ 300 ടൂർണമെൻറ്റ് കിരീടം നേടിയ ഇന്ത്യൻ ബാഡ്മിൻ്റൺ താരം പ്രിയാംശു രജാവത്ത് ആണ്. സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റിൻ്റെ കറക്റ്റ് ആൻസർ എന്താണ്? 2023 ഏപ്രിലിൽ പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരം ആരാണ്? സൺ ഹ്യൂങ് മിൻ എന്ന് പറഞ്ഞ ആളാണ്. സുനിൽ ഛേത്രി അല്ല, സൺ ഹ്യൂങ് മിൻ ആണ് 2023 ഏപ്രിലിൽ പ്രീമിയർ ലീഗ് ഫുട്ബോളിൽ 100 ഗോൾ നേടുന്ന ആദ്യ ഏഷ്യൻ താരം. ഓക്കെ, സൺ ഹ്യൂങ് മിൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 8th ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മലയാള സാഹിത്യത്തിന് അതുല്യ സംഭാവന നൽകിയ എഴുത്തുകാരെ ആദരിക്കുന്നതിനായി പ്രൊഫസർ വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ പേരിലുള്ള വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2023 നേടിയത്? മലയാള സാഹിത്യത്തിന് അതുല്യ സംഭാവന നൽകിയ എഴുത്തുകാരെ ആദരിക്കുന്നതിനായി പ്രൊഫസർ വിഷ്ണു നാരായണൻ നമ്പൂതിരിയുടെ പേരിലുള്ള വൈഷ്ണവം സാഹിത്യ പുരസ്കാരം 2023 നേടിയത് ആരാന്നാണ് ചോദിക്കുന്നത്. ആൻസർ വരുന്നത് ഓപ്ഷൻ A C രാധാകൃഷ്ണൻ. ഓപ്ഷൻ A C രാധാകൃഷ്ണൻ. 2023 C രാധാകൃഷ്ണനെ നേടിയിട്ടുള്ളത്. അത് രണ്ടാമത്തെ വൈഷ്ണവ സാഹിത്യ പുരസ്കാരമാണ്. അതുപോലെ 2024 മൂന്നാമത്തെ വൈഷ്ണവ സാഹിത്യ പുരസ്കാരവും കൊടുത്തിട്ടുണ്ട്. അതാരാണ് നേടിയത്? ഇത് 2023 C രാധാകൃഷ്ണനാണ്. 2024 തുളസീവനം R രാമചന്ദ്രൻ നായർ. തുളസീവനം R രാമചന്ദ്രൻ നായർക്കാണ് 2024 കിട്ടിയിട്ടുള്ളത്. അത് കണക്ട് ചെയ്ത് പഠിക്കുക. വൈഷ്ണവ സാഹിത്യ പുരസ്കാരം രണ്ടാമതായി കിട്ടുന്നത് ശ്രീ രാധാകൃഷ്ണനാണ്. അത് 2023 2024 മൂന്നാമതായിട്ട് കിട്ടുന്നത് തുളസീവനം R രാമചന്ദ്രൻ നായർക്കാണ്. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് എന്നാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, August 23. ദേശീയ ബഹിരാകാശ ദിനമായി ആചരിക്കാൻ തീരുമാനിച്ചത് August 23. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 2023 ജൂണിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ ആരാന്നാണ് ചോദിക്കുന്നത്. 2023 ജൂണിൽ ഐക്യരാഷ്ട്ര സംഘടനയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന ലോക കാലാവസ്ഥാ സംഘടനയുടെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യക്കാരൻ. ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻസ്: എ മൃത്യുഞ്ജയ് മൊഹാപത്ര, ഓപ്ഷൻ ബി സഞ്ജയ് ദാപ്പ, ഓപ്ഷൻ സി ശൗരസ്യ ചാറ്റർജി, ഓപ്ഷൻ ഡി രാഹുൽ മിശ്ര. സോ ആൻസർ ഏതാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, മൃത്യുഞ്ജയ് മൊഹാപത്രയാണ് ആൻസർ വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. 2 സ്റ്റേറ്റ്മെൻറ്റ്സ് തന്നിട്ടുണ്ട്. അതിൽ ശരിയായത് കണ്ടെത്തുക അല്ലെങ്കിൽ തെറ്റായത് കണ്ടെത്തുക എന്നുള്ളതാണ്. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പപ്പുവ ന്യൂഗിനിയയുടെ പരമോന്നത ബഹുമതിയായ ഗ്രാൻഡ് കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ലോഗോഹു ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ലഭിച്ചു. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഫിജിയുടെ പരമോന്നത ബഹുമതിയായ കമ്പാനിയൻ ഓഫ് ദി ഓർഡർ ഓഫ് ഫിജി ഇന്ത്യൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന് ലഭിച്ചു. ഇത് മേൽപ്പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതാണ് ശരി, അങ്ങനെ ആ ഓപ്ഷൻ സെലക്ട് ചെയ്യാമെന്നാണ്. ഇതിൻ്റെ ആൻസർ വരുന്നത് ശരിക്ക് ഇപ്പോഴത്തെ ഒരവസ്ഥയിൽ ഇതിൻ്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരിയാണ്. കാരണം ഓഗസ്റ്റിൽ രാഷ്ട്രപതിക്ക് ഫിജിയുടെ ഈ ഒരു ബഹുമതി കിട്ടിയിട്ടുണ്ട്. ശരിക്കും ഈ ഒരു ബുക്കിൽ ഈ ഒരു ആൻസർ എന്ന് പറയുന്നത് 1 മാത്രമേ ശരിയാണ്. കാരണം അന്ന് നരേന്ദ്രമോദിക്ക് മാത്രമാണ് ഈ 2 ബഹുമതിയും കിട്ടിയിട്ടുള്ളത്. രാഷ്ട്രപതിക്ക് അന്ന് കിട്ടിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്ന് ഓഗസ്റ്റിൽ രാഷ്ട്രപതിക്കും കൂടി ലഭിച്ചതുകൊണ്ട് നമുക്ക് ഇപ്പോൾ പറയുമ്പം ഈ 2 സ്റ്റേറ്റ്മെൻറ്റ്സും കറക്റ്റാണെന്ന് പറയാനായിട്ട് പറ്റും. അപ്പോൾ ഇവിടെ നമുക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്യാൻ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം ശരിയാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ പ്രശസ്ത മലയാള ചലച്ചിത്ര താരം. ഈശ്വര വഴക്കില്ലല്ലോ എന്ന പുസ്തകത്തിൻ്റെ രചയിതാവായ പ്രശസ്ത മലയാള ചലച്ചിത്ര താരം. ആൻസർ വരുന്നത് ഓപ്ഷൻ സി സലീം കുമാർ. ഓപ്ഷൻ സി സലീം കുമാർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 13th ക്വസ്റ്റ്യൻ ആണ്. 2024 ജനുവരിയിൽ ഹെങ് ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച രാജ്യമേത്? 2024 ജനുവരിയിൽ ഹെങ് ചുഴലിക്കാറ്റ് നാശനഷ്ടം വിതച്ച രാജ്യമേത്? ആൻസർ വരുന്നത് ഓപ്ഷൻ സി ബ്രിട്ടൻ ആണ്. ഓപ്ഷൻ സി ബ്രിട്ടൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ കണ്ടെത്തുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്, പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ നിശ്ചിത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനായി അവധിക്കാലത്ത് അധ്യാപകർ വീട്ടിലെത്തി പഠിപ്പിക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ നിശ്ചിത നിലവാരത്തേക്ക് എത്തിക്കുന്നതിനായി അവധിക്കാലത്ത് അധ്യാപകർ വീട്ടിലെത്തി പഠിപ്പിക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, പൊതുവിദ്യാലയങ്ങളിലെ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരള നടപ്പിലാക്കിയ പദ്ധതിയാണ് ആദർശശില. മൂന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്, പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായി ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കി വനിതാ ശിശുവികസന മന്ത്രാലയം, ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം, സാക്ഷരതാ വകുപ്പ്, വിദ്യാഭ്യാസ മന്ത്രാലയം, നാഷണൽ കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ് എന്നിവയുടെ പ്രതിനിധികൾ ഉൾപ്പെടുന്ന ആന്തരിക സമിതി തയ്യാറാക്കിയ പാഠ്യപദ്ധതിയാണ് മലയാള മധുരം. സോ 3 പദ്ധതികളാണ്, ഗവൺമെൻറ്റിൻ്റെ പദ്ധതികളാണ്. അതിൽ 3 സ്റ്റേറ്റ്മെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഏതാണ് കറക്റ്റ് എന്നുള്ളത്
കണ്ടുപിടിക്കുകയാണ്. ഓപ്ഷൻസിൽ 1 മാത്രം, 1, 3 എന്നിവ, 3 മാത്രം, ഇവയെല്ലാം എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഏതാണ് ആൻസർ? ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 മാത്രം. ഒന്നാമത്തെ നമ്മൾ വായിച്ചിട്ടുണ്ടായിരുന്നു. പൊതുവിദ്യാലയങ്ങളിൽ 1 മുതൽ 9 വരെയുള്ള ക്ലാസ്സുകളിലെ പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ നിശ്ചിത നിലവാരത്തിനെത്താൻ അവധിക്കാലത്ത് അധ്യാപകർ വീട്ടിലെത്തി പഠിപ്പിക്കുന്ന പദ്ധതിയാണ് വീട്ടുമുറ്റത്തെ വിദ്യാലയം. അത് കറക്റ്റാണ്. ഇനി ബാക്കി 2 പദ്ധതികളും തെറ്റാണ്. അപ്പം ഇതിന് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് 2ൻ്റെ ആൻസർ എന്ന് പറയുന്നത് 3ാമത്തെ പദ്ധതിയാണ്, 3ൻ്റെ എന്ന് പറയുന്നത് 2ാമത്തെ പദ്ധതിയാണ്. അതായത് പൊതുവിദ്യാലയങ്ങളിൽ 1-2 ക്ലാസ്സുകളിലെ കുട്ടികൾ ആർജിച്ച വായനാശേഷിയുടെ തുടർച്ച ഉറപ്പുവരുത്തുന്നതിനായി സമഗ്ര ശിക്ഷ കേരളം നടപ്പിലാക്കിയ പദ്ധതി എന്ന് പറയുന്നത് ആദർശശിലയല്ല. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ള മലയാള മധുരം. തുടർ വായന ഉറപ്പുവരുത്തുന്നതിനായിട്ടുള്ള പദ്ധതിയാണ് മലയാള മധുരം. അതുപോലെ തന്നെ അടുത്ത പദ്ധതിയായിട്ടുള്ള പ്രീ സ്കൂൾ വിദ്യാഭ്യാസത്തിനായിട്ട് ദേശീയ വിദ്യാഭ്യാസ നയം, ദേശീയ പാഠ്യ പദ്ധതി, ചട്ടക്കൂട് എന്നിവ അടിസ്ഥാനമാക്കിയിട്ട് പ്രതിനിധികൾ ഉൾപ്പെടുന്ന ഒരു ആന്തരിക സമിതി തയ്യാറെടുക്കുന്ന ഒരു പാഠ്യ പദ്ധതിയാണ് എന്ന് പറയുന്നതാണ് ആദർശശില. അപ്പോൾ 2ാമത്തെ പദ്ധതി എന്ന് പറയുന്നത് 3ാമത്തേലേക്ക് എടുക്കുന്നുണ്ട്, 3ാമത്തെ ശരിക്കുള്ള പദ്ധതി എന്ന് പറയുന്നത് 2ാമത്തേലേക്ക് എടുക്കുന്നുണ്ട്. അതാണ് അപ്പോൾ 3 പദ്ധതികൾ: വീട്ടുമുറ്റത്തെ വിദ്യാലയം, ആദർശശില, അതുപോലെ മലയാള മധുരം. ഓക്കെ, ഇപ്പോൾ ഇവിടെ കറക്റ്റായിട്ടുള്ളത് ഓപ്ഷൻ എ ആണ്. 1ാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് കറക്റ്റായിട്ടുള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇന്ത്യയുടെ UPA സംവിധാനം യൂറോപ്പിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ തുടക്കം എന്ന നിലയിൽ ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? ഇന്ത്യയുടെ UPA സംവിധാനം യൂറോപ്പിലേക്ക് വ്യാപിക്കുന്നതിൻ്റെ തുടക്കം എന്ന നിലയിൽ ആദ്യമായി അവതരിപ്പിച്ചത് എവിടെയാണ്? ആൻസർ എന്താണ്? ആൻസർ ഓപ്ഷൻ സി, പാരീസ് ആണ്. ഓപ്ഷൻ സി, പാരീസ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ജിമെയിൽ നിലവിൽ വന്നതിൻ്റെ 20ാം വാർഷികം ആചരിക്കപ്പെട്ടത് എന്നാണ്? ജിമെയിൽ നിലവിൽ വന്നതിൻ്റെ 20ാം വാർഷികം ആചരിക്കപ്പെട്ടത് എന്നാണ്? ആൻസർ വരുന്നത് ഓപ്ഷൻ ഡി, ഏപ്രിൽ 1, 2024. ഏപ്രിൽ 1, 2024. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: മക്കൾ വളർത്തി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത ആരാണ്? മക്കൾ വളർത്തി എന്ന അപൂർവ ഇനം കൈതച്ചക്ക സംരക്ഷിച്ചു വളർത്തിയതിന് കേന്ദ്ര കൃഷി മന്ത്രാലയത്തിൻ്റെ സസ്യജനിതക സംരക്ഷണ പുരസ്കാരം ലഭിച്ച ആദിവാസി വനിത ആരാണ്? ആൻസർ ഓപ്ഷൻ സി, പാപ്പിയമ്മ. ഓപ്ഷൻ സി, പാപ്പിയമ്മ. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഏത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ജന്മശതാബ്ദി ആഘോഷത്തിനാണ് 2023 ഡിസംബറിൽ തുടക്കം കുറിക്കപ്പെട്ടത്? ഏത് മുൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ശതാബ്ദി ആഘോഷത്തിനാണ് 2023 ഡിസംബറിൽ തുടക്കം കുറിക്കപ്പെട്ടത്? ഏതാണ് ആൻസർ? ആൻസർ ഓപ്ഷൻ എ ആണ്, അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അഗൈൻ സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. കേന്ദ്ര സർക്കാർ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച ക്ഷേത്രമാണ് തുംഗനാഥ് ക്ഷേത്രം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: പാണ്ഡവന്മാർ നിർമ്മിച്ചുവെന്ന് കരുതുന്ന തുംഗനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഇതിൽ ഏതാണ് ശരിയായിട്ടുള്ള ഓപ്ഷൻ എന്ന് സെലക്ട് ചെയ്യുക. ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഒന്നുകൂടി വായിക്കാം. കേന്ദ്ര സർക്കാർ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച ക്ഷേത്രമാണ് തുംഗനാഥ് ക്ഷേത്രം. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്: പാണ്ഡവന്മാർ നിർമ്മിച്ചെന്ന് കരുതപ്പെടുന്ന തുംഗനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തർപ്രദേശിലാണ്. ഏതാണ് ആൻസർ? ഇതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്, 1 മാത്രമാണ് കറക്റ്റായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. കേന്ദ്ര സർക്കാർ ദേശീയ സ്മാരകമായി പ്രഖ്യാപിച്ച ക്ഷേത്രമാണ് തുംഗനാഥ് ക്ഷേത്രം. ഈ തുംഗനാഥ് ക്ഷേത്രം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് അറിയുമോ? ഇത് ഉത്തരാഖണ്ഡിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. തുംഗനാഥ് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഉത്തരാഖണ്ഡിലാണ്. ആ ഒരു പോയിന്റും കൂടി ഓർത്തിരിക്കുക. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ: കേരളത്തിൽ നിന്നുള്ള രാസവള ബ്രാൻഡായ ഫാക്റ്റിന് നൽകപ്പെട്ട
പുതിയ ബ്രാൻഡ് നെയിം. കേരളത്തിൽ നിന്നുള്ള രാസവള ബ്രാൻഡായ ഫാക്റ്റിന് നൽകപ്പെട്ട പുതിയ ബ്രാൻഡ് നെയിം. ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ഭാരത്. ഓപ്ഷൻ ബി ഭാരത്. കേരളത്തിൽ നിന്നുള്ള രാസവള ബ്രാൻഡായ ഫാക്റ്റിന് നൽകപ്പെട്ട പുതിയ ബ്രാൻഡ് നെയിം ഭാരത്. സോ ഇത്രയാണ് ഇന്നത്തെ 20 ക്വസ്റ്റ്യൻസ്. എത്ര എണ്ണം കറക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് നോക്കുക. ഡൗട്ടുള്ളതൊക്കെ ആൻസേഴ്സ് ചെക്ക് ചെയ്തിട്ട് പഠിക്കുക. സോ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.